സുപ്രഭാതം കരിയർ ക്ലിനിക്കിൽ മലപ്പുറം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ നമ്മൾ സ്ഥിര സാന്നിധ്യമായൊരു മുഖമായിരുന്നു സായിയുടേത്. നമ്മുടെ സുപ്രഭാതത്തിൻ്റെ കരിയർ ക്ലിനിക്കിലെ ഒരു സ്റ്റാളാണ് നാഡ്ഡമി എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെയുണ്ട് സുപ്രഭാതത്തിൻ്റെ ഒരു കരിയർ ക്ലിനിക്കിൻ്റെ എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇൻ ദ സെൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കുട്ടികൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം നടത്തിയിട്ടുള്ള രീതിയും അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഡെലിവർ ചെയ്ത മെസ്സേജസും കാര്യങ്ങളും, അതായത് ആൻഡ് അഫ്കോഴ്സ് ഇതിൽ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഇപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ നേരിട്ട് കണ്ടല്ലോ, അതായത് ആ മഴയുള്ള സമയത്തും അത്രയും വലിയൊരു കാലാവസ്ഥയിൽ പോലും കുട്ടികൾ അത്രത്തോളം കഷ്ടപ്പെട്ട് അവിടെ വരണമെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്രത്തോളം രീതിയിൽ കരിയറിനോട് അത്രയും പാഷൻ ഇൻ ദ സെൻസ് അവർക്ക് ഭയങ്കര രീതിയിൽ അവർക്ക് അറിയണം. കാരണം ഓപ്പർച്യൂണിറ്റീസ് അത്രത്തോളം ഉണ്ട്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു വേദി എന്ന നിലയ്ക്ക് സുപ്രഭാതം നല്ല രീതിയിൽ അറിയപ്പെട്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറേ ആൾക്കാർ അതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മീൻസ് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ഞങ്ങൾക്ക് നല്ല സാറ്റിസ്ഫൈഡ് അല്ലേ? 100% സാറ്റിസ്ഫൈഡ് ആണ്. അതായത് നമുക്ക് ഇപ്പോൾ കുട്ടികൾക്ക് ഞങ്ങളുടെ ഭാഗത്ത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത് നാഡ്ഡമി എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഞങ്ങൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സർട്ടിഫിക്കറ്റിൽ നിൽക്കേണ്ട കാര്യമല്ല. ഓക്കെ, അതിനപ്പുറത്തോട്ട് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ കാര്യം ഫോക്കസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഞങ്ങൾ കുട്ടികളെ സപ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യണത് മെയിൻലി നമ്മളുടെ കരിയർ ഫോക്കസ്ഡ് ആയിട്ടും, അതേപോലെ തന്നെ മെയിൻലി എന്താ പറയുക, സ്കിൽ ഫോക്കസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിട്ടാണ് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നതും അവർക്ക് വേണ്ടിയുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. സോ ആ രീതിയിൽ ഞങ്ങൾക്ക് ഈ ഒരു വേദി ഞങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയി എന്ന് തന്നെ പറയാം. ഇപ്പോൾ നിങ്ങളെ സമീപിച്ച സമയത്ത്, ഇപ്പോൾ 3 ജില്ലകളിൽ നിങ്ങളെ സമീപിച്ചതിൽ സ്കില്ലിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ ഈ ഒരു ജനറേഷൻ, പല ആളുകളും ജനറേഷനെ താഴ്ത്തി കെട്ടുന്ന രീതിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. സ്കിൽഡ് ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷനോട് താല്പര്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്ത് വന്ന് പരിചയപ്പെട്ട ഈ ഒരു 3 ദിവസം കൊണ്ട് ഈ ജനറേഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ജനറേഷൻ ഭയങ്കര അൺപ്രഡിക്റ്റബിളാണ്. പിന്നെ എനിക്ക് ഈ ജനറേഷനെ പറ്റി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞങ്ങളൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം കോട്ടക്കിൽ വെച്ച് +3 എന്ന് പറഞ്ഞിട്ടൊരു ഇവൻറ്റ്. അറൗണ്ട് ഒരു 1500 പേര് നമുക്കവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ +2 കഴിഞ്ഞ കുട്ടികളൊക്കെയാണ് മെയിൻലി വന്നത്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മളുടെ പ്രോഗ്രാമിൽ ഓൾ അറൗണ്ട് രാവിലെ ഒരു 8 മണിക്കാണ് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. 7:30 മുതൽ കുട്ടികൾ വരാൻ തുടങ്ങി. പല നാട്ടിൽ നിന്നും കുട്ടികൾ അവിടെ വന്നു. അവർ ആ ടൈം മുതൽ 2 മണി വരെ പ്രോപ്പറായിട്ട് ആ ഒരു വേദി എങ്ങനെയാണോ യൂസ്ഫുൾ ആക്കിയത് അത് കൃത്യമായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അൺപ്രഡിക്റ്റബിൾ ആണ് ഇപ്പോഴത്തെ നമ്മളെ എന്താണ് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ജെൻസി അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെയൊന്നും ഇപ്പം എനിക്കറിയില്ലേ, അത് ഇവിടെ വന്ന കുട്ടികളാണെങ്കിൽ നോക്കുന്ന സമയത്തും ഇപ്പം ബേസിക്കലി എനിക്കൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ടൈമിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മളുടെ പ്രായമാണ് ഈ സമയമെങ്കിൽ നമ്മൾ ഈ പരിപാടിക്കൊന്നും വരില്ല, ഞാൻ 100% ഉറപ്പാണ്. പക്ഷെ ആ ഒരു കാറ്റഗറിയിൽ ഇവർ ഇത്രത്തോളം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അൺപ്രഡിക്റ്റബിൾ. ഇവർക്ക് ആവശ്യമുണ്ട്, ഇവർക്ക് അറിയാം ഇവിടെ നാട്ടിൽ വെറുതെ നിന്നിട്ട് കാര്യമില്ല, ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മളെ അടുത്തേക്ക് വരുന്ന കുട്ടികൾക്ക് ഞങ്ങൾക്കത് കൂടുതലായിട്ട് നല്ല വൃത്തിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കത് മനസ്സിലാക്കുന്നത്. വെച്ചാൽ അടുത്ത ജനറേഷൻ ഈ നാടിനെ, ഈ ലോകത്തെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്നുള്ളത് തന്നെ 100%. കാരണം വേറെ ഒന്നുമില്ല, അവർക്ക് അറിയാം, അവർക്കൊരു വീക്ഷണം ഉണ്ട്, ഈ വഴിക്കാണ് നാട് പോകുന്നത്, അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന്. കാരണം പല ആൾക്കാരുടെയും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോലുണ്ട്. കാരണം ഞങ്ങൾ ആലോചിക്കാത്ത കുറേ കാര്യങ്ങൾ അവരാലോചിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ രീതിയിൽ നോക്കുന്ന സമയത്ത്, പിന്നെ അതേപോലെ തന്നെ പണ്ട് നമ്മളൊക്കെ ഒരു ചെറുപ്പത്തിൽ ഇവരുടെ ഒരു പ്രായത്തിൽ നമുക്ക് ആകെപ്പാട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എഞ്ചിനീയർ, അല്ലെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ ടീച്ചർ, ഇതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. പക്ഷെ ഇതല്ല. ഓക്കെ, എനിക്ക് നല്ല രീതിയിൽ ഞങ്ങളുടെ കമ്പനിക്കായിക്കോട്ടെ സുപ്രഭാതത്തിനോട് ഭയങ്കര രീതിയിൽ ഒരു താങ്ക്സ് പറയാണ്ട്, പിന്നെ ഞങ്ങളെ വിളിച്ചതിനും ഞങ്ങൾക്ക് ഈ ഒരു വേദി തന്നതിനും വേണ്ടി. ഓക്കെ, താങ്ക് യു.